അറിഞ്ഞു നോക്കുമ്പോൾ പിണറായി വിജയൻ്റെ 10 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ചെറിയ പുള്ളികളല്ല എന്നുള്ളത് വ്യക്തമാകുകയാണ്. പ്രതിരോധവും മരുന്നും ഒന്നുമില്ലാതെ, അതിനെപ്പറ്റി ഒരറിവുമില്ലാതെ ജനങ്ങൾ മുഴുവൻ ആശങ്കയിൽ നിന്ന കോവിഡ് സമയത്ത് പോലും വലിയ തട്ടിപ്പാണ് നടത്തിയത് എന്ന് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. കേൾക്കുമ്പോൾ അത്ര അതിശയം തോന്നാനിടയില്ല. കാരണം എല്ലാത്തിലും തട്ടിപ്പായിരുന്നു നടത്തിയത്. അപ്പോൾ ഇതിൽ മാത്രം എന്തിന് മാറി നിൽക്കണമെന്ന് ജനങ്ങൾ ചോദിച്ചു തുടങ്ങി. പക്ഷേ കോവിഡ് രാജകുമാരി എന്നും ടീച്ചർ അമ്മയെന്നുമൊക്കെ വിളിച്ചവർ, അമേരിക്കയ്ക്ക് പോലും ഉപദേശം നൽകിയവർ ഇവിടെ ഇങ്ങനെ കാണിച്ചത് മലയാളികൾക്ക് അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഏതായാലും കോവിഡ് പ്രതിരോധത്തിനായി നടപ്പിലാക്കിയ ബ്രേക്ക് ദ ചെയിൻ പദ്ധതിയിലെ ക്രമക്കേട് നടന്നത് ഒന്നാം LDF സർക്കാരിൻ്റെ കാലത്താണ്. അന്വേഷിച്ചതാകട്ടെ രണ്ടാം LDF സർക്കാരും. പക്ഷേ വലിയ തട്ടിപ്പാണെന്ന് തെളിഞ്ഞതിനാലെല്ലാം പൂഴ്ത്തിവെച്ചു. ഇപ്പോഴത് ആ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് UDFൻ്റെ സർക്കാരാണ്. ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കാനുള്ള നീക്കത്തിലാണ് UDF എന്നുള്ളത് മറ്റൊരു കാര്യം. അതിനേക്കാളും വലുത് ഇത്രയും വലിയൊരു കോവിഡ് സമയത്ത് പോലും തട്ടിപ്പ് നടത്തിയ സംഭവം തന്നെയാണ്. ഒന്നാം സർക്കാരിൻ്റെ കാലത്ത്, അതായത് KK ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ നടത്തിയ വമ്പൻ ക്രമക്കേട് പുറത്തു കൊണ്ടുവരാനുള്ള അന്വേഷണം ശക്തമാക്കണമെന്ന് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ധനവകുപ്പിൽ നിന്ന് ശക്തമായ നിർദ്ദേശമുണ്ടായിരുന്നതായും ഈ റിപ്പോർട്ടിൽ പറയുന്നു. ഇത് CPMലെ വിഭാഗീയതയുടെ ഫലമാണ് ഉണ്ടായതെങ്കിലും 2 തവണയും പിണറായി വിജയൻ തന്നെയാണ് മുഖ്യമന്ത്രി എന്നുള്ളതിനാൽ, അദ്ദേഹം കൂടി ഇതിൽ കുടുങ്ങുമെന്നുള്ളതിനാൽ റിപ്പോർട്ട് പുറത്തു വന്നില്ല. എന്നാൽ പിണറായി വിജയന് ശൈലജയുടെ ക്രമക്കേടുകളെല്ലാം അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് വടകരയിലും പേരാവൂരിലും നിർത്തി തോൽപ്പിച്ച് വിട്ട് അങ്ങോട്ട് അടുപ്പിക്കാതിരുന്നത്. അതായത് കോവിഡ് കാലത്ത് KK ശൈലജയായിരുന്നു ആരോഗ്യ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ശൈലജയുടെ പ്രത്യേക താല്പര്യപ്രകാരം ആ കാലത്താണ് ആരോഗ്യ വകുപ്പിലെ അസിസ്റ്റന്റ് സർജനായിരുന്ന ഡോക്ടർ മുഹമ്മദ് അഷീലിനെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിച്ചത്. അത് തന്നെ വലിയൊരു സംശയത്തിന് ഇടവരുത്തിയിരുന്നു. അതുവരെ IAS കേഡറിലുള്ളവർ മാത്രം വഹിച്ചിരുന്നൊരു തസ്തിക അസിസ്റ്റന്റ് സർജന് നൽകിയതിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നത്. ഇത് വലിയൊരു അഴിമതിക്ക് വേണ്ടിയായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് തെളിഞ്ഞു വരുന്നത്. രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ അഷീലിനെ അങ്ങോട്ട് മാറ്റി. അദ്ദേഹത്തിൻ്റെ പേരിൽ വകുപ്പ് തല നടപടിയെടുക്കണമെന്ന ശുപാർശയാണ് ധനകാര്യ പരിശോധനാ വിഭാഗം നൽകിയതും. ഈ സമയത്താണ് ബ്രേക്ക് ദ ചെയിനിലെ ക്രമക്കേട് അക്കൗണ്ടന്റ് ജനറൽ റിപ്പോർട്ട് ചെയ്തത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിഷയം ധനകാര്യ പരിശോധനാ വിഭാഗം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് അന്നത്തെ സാമൂഹ്യ സുരക്ഷാ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, അത് സാമൂഹ്യനീതി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കത്ത് തന്നെ നൽകിയത്. അതായത് കോവിഡ് മഹാമാരിയിൽ വിറങ്ങലിച്ചു നിൽക്കുകയും രാജ്യം മുഴുവൻ ലോക്ക്ഡൗൺ ആകുകയും ചെയ്തതോടെ ഈ മോഷ്ടാക്കൾക്ക് നല്ല സുഖമായിരുന്നു കക്കാൻ. കാരണം അടിയന്തരാവസ്ഥയുടെ നിയമപ്രകാരമാണ് ഈ രാജ്യമുണ്ടായിരുന്നത്. ആ സാഹചര്യം മുൻനിർത്തി 5 കോടി രൂപയുടെ സാധനം വാങ്ങാൻ മുൻകൂട്ടി തന്നെ സർക്കാർ അനുമതി നൽകുകയായിരുന്നു. അതിന് ടെൻഡർ പോലും ക്ഷണിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇഷ്ടമുള്ളയിടത്ത് നിന്ന് സാധനങ്ങൾ വാങ്ങാം. ആ അടിയന്തര സാഹചര്യം പരമാവധി മുതലെടുത്ത് 3 ഇരട്ടി വിലയിൽ PP കിറ്റും ഗുണനിലവാരമില്ലാത്ത മാസ്കുമെല്ലാം വാങ്ങിച്ച് നല്ല പണമുണ്ടാക്കി ഇവർ. ഇതൊന്നാം സർക്കാരിലെ ശൈലജ മന്ത്രിയായിരിക്കുമ്പോഴാണ് നടന്നത് എന്ന് വള്ളി പുള്ളി തെറ്റാതെ റിപ്പോർട്ട് കൈവശം വച്ചിരുന്നത് രണ്ടാം പിണറായി സർക്കാരാണ്. ആ രണ്ടാം പിണറായി സർക്കാർ അന്വേഷിച്ച് എല്ലാ തട്ടിപ്പുകളും കണ്ടെത്തിയെങ്കിലും എല്ലാം പൂഴ്ത്തിവെച്ചു. ഇപ്പോൾ UDF സർക്കാർ ആ റിപ്പോർട്ട് പുറത്തുവിട്ടു. ഇനി അന്വേഷണം വരികയാണ് വലിയ തരത്തിൽ. അപ്പോൾ അറിയാം ടീച്ചർ അമ്മയുടെ മഹത്വം. സാധാരണ പോലെയല്ല. മനുഷ്യൻ മരണത്തെ മുഖാമുഖം കാണുമ്പോഴാണ് ഈ തട്ടിപ്പ് നടത്തിയത് എന്ന് എങ്ങാനും ജനങ്ങൾക്ക് ബോധ്യമായാൽ ഇതുവരെ ഉണ്ടായ സ്നേഹമൊന്നും പിന്നീട് ഉണ്ടാകണമെന്നില്ല.